എടാ പറഞ്ഞു കേട്ടത് പ്രകാരം ഇതൊരു 55,000 രൂപ വരും. സുഖൂനൊരു 30. ഓക്കെ, ബാക്കി എന്ത് ചെയ്യോടാ? എടാ ഇതിന്റെ പുറകിലത്തെ സീറ്റ് എന്തായാലും ഒന്ന് മാറ്റണം. എടാ അത് ഓൾറെഡി മാറ്റിയിട്ടല്ലേ കിടക്കുന്നേ? അതല്ലടാ, നന്നാക്കണം, പുതിയതിടണം. എടാ നന്നാക്കിയാ പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ പോയി കിടന്ന് ഓടേണ്ടി വരില്ലേ? നീ റെഡി ആണെങ്കിൽ ഞാൻ റെഡി. ഓ വേണ്ട വേണ്ട, ആൾക്കാർ ഓട്ടം വിളിച്ചാൽ പണിയെടുക്കേണ്ടി വരും. അതാണ്. ഏതായാലും ആരും അറിയണ്ട. അറിഞ്ഞാ പിന്നെ കടക്കാരൊക്കെ തീട്ടപ്പുറത്ത് ഈ ഈച്ച പൊതിയുന്ന പോലെ നമ്മളെ വന്ന് പൊതിയും. എടാ ചക്കരയ്ക്ക് ചുറ്റും വല്ല മണിയനുറുമ്പുകൾ എന്നൊക്കെ പറ. മറിയയുടെ ഐഫോൺ, മറിയയുടെ ഐഫോൺ. ഗിരീഷ് എവിടെ നിന്നിട്ടത്? മാമന്റെ മോൻ തന്നതാ. മാമന്റെ മോനാ? എന്താ ഇവന്റെ മാമന് മോൻ ഉണ്ടായിക്കൂടെ? അല്ല നീ വില പറടാ. സംഗതി കേട് ഫോണൊക്കെ ഉണ്ടോ? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ഗിരീഷേ, ഇത് കൺട്രിലൊക്കെയാണ്. ഇതേതാ സ്പൈഡർമാന്റെ ഫോട്ടോ ഉണ്ടോ? ഇത് അമേരിക്കയിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ? അത്യാവശ്യം ഉണ്ടെങ്കിൽ കാനഡയിലൊക്കെ വിളിക്കാം. അപ്പൊ അതിനൊന്നും കിട്ടൂലേ? ഇതിനൊന്നും കിട്ടൂല ഭായി, ഭയങ്കര ഇത്. അയ്യോ, വേണമെങ്കിൽ ഒരു 2,000 രൂപ വരാം. 2,000? അല്ലെ വേണ്ട, നിങ്ങൾ ഇത് എവിടെ നിന്ന് വെച്ചിട്ട് കൊടുക്കാം. പ്രസേ ഇത് വെച്ച് കഴിഞ്ഞാൽ വിറ്റുപോല സാധനം. കിട്ടുന്നത് വാങ്ങാം. ഇത് മാറ്റി വാങ്ങാൻ വീട്ടിൽ ചെല്ലുന്ന കാര്യം അത് ആലോചിക്കേ വേണ്ട. ആരെങ്കിലും കണ്ടാ പിന്നെ പെരുന്നാൾ ഇടിയിടിക്കും. ഒരു കാര്യം നീ ആ 2,000ന്റെ കൂടെ 1,000 കൂടെ കൊടുത്താ ഇത് 1,000 കൂടി എടുക്കും. അതിന് എണ്ണൊന്നും വേണ്ട. സാബു 2,500 മതി. അത് മതി വെച്ചു. അത് മതി, കിട്ടിയ ഒന്നും കിട്ടൂലോ. അതാണ്. നീ വാ. ശരി, നിന്റെ കട മുടിഞ്ഞു കൂടാ. iPhone 2500 को मिलेगा? പോയടപ്പൊന്ന് നീ വധൂരിക്ക് എന്താന്ന് വെച്ചെടുത്ത് കൊടുത്തടാ. എൻ്റെ അടുത്ത കളി. ഇപ്പൊ എന്തായാലും അടിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഉറപ്പല്ലേ? എന്താടി വെരി ഗുഡ്. ഓവർ ഓവർ ഓവർ. വിചാരിച്ച കാശൊന്നും കിട്ടിയില്ലല്ലേ? പക്ഷെ നീ പേടിക്കണ്ട, നാളെ വേറെ ഏതെങ്കിലും പിള്ളേര് അപ്പനെ തല്ലാനുള്ള കൊട്ടേഷനായിട്ട് വരും. നീ നോയിക്കോ. അല്ല, ആ കൊച്ചിനെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സാറിനിട്ട് 2 പൊട്ടിക്കണം തോന്നാത്ത ആരാടാ ഈ ഭൂമിയിലുള്ളത്? അത് ശരിയാ. അതാ പണ്ട് വലുതാവുമ്പോ 4ാം ക്ലാസ്സിൽ നമ്മളെ കണക്ക് പഠിപ്പിച്ച ജോർജ് സാറിനെ 2 കൊടുക്കണമെന്ന് ഞാൻ 1000 വട്ടം പ്രയത്നമായിട്ടുള്ള. മറന്നുപോയിരിക്കാൻ ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടതാ. എന്നിട്ട് പിറ്റേന്ന് ഹോംവർക്ക് ചെയ്തതെന്ന് നോക്കിയപ്പോൾ സാറ് എന്നെ ഞാൻ എഴുതിയിട്ട കണ്ടു. ഞഞ്ഞായി. എടാ മണ്ട. പടിയൻ വന്നിപ്പോ 2 പേർക്കും കൂടെ ഒരു മേശടിയിൽ ഒളിക്കാൻ പോലും പറ്റാതായി. അന്ന് ചാടിയത് ഫൗളല്ലായിരുന്നു. You will definitely become a champion one day. Bye, Anne. ഡേവിഡ് സാറിനിട്ട് നല്ലപോലെ തല്ല കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നാളെ കാണുന്നില്ലല്ലോ.
ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. പൂമ്പാറ്റ ഏറ്റതാ. ഓവർ ഓവർ. അങ്ങനെ എല്ലാം ഓവർ ഓവർ. കണ്ടോ, മണിയടിച്ചു. അയാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുകയായിരിക്കും. വാ പോവാ. What are you doing here? Go to your class. ഡേവിഡ് സാറല്ലേ ഈ നിൽക്കുന്നേ? Go. തല്ലെന്ന് പറഞ്ഞിട്ട് തല്ലിയില്ലല്ലോ. ഷർത്തേട്ടൻ ചതിക്കൂല, ഉറപ്പാണ്. ഞാൻ വൈകുന്നേരം ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ചേട്ടാ തല്ലിയില്ലല്ലോ. അത് പിന്നെ തല്ലാത്തത് അത് ഇത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഇന്നലെയായിരുന്നു മാർക്കിംഗ്. അപ്പൊ ഇന്നായിരിക്കും സ്കെച്ച്. നാളെ നോക്കിക്കോ. കൈ നോക്കി കളിക്കില്ല കേട്ടോ. ഗിരീഷേട്ടൻ ഡേവിഡ് സാറിനെ തല്ലില്ലല്ലോ. നീ ഇവിടെ ഇരി. എന്തിന്? നിനക്ക് ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? എനിക്കെന്ത് കാര്യം? എനിക്കെന്ത് കാര്യം? മിടുക്കൻ. ഇന്നലെ മാർക്കിംഗ് ആയിരുന്നു, ഇന്നാണ് സ്കെച്ചിങ്. നാളെ നോക്കിക്കോ. When you get time, just come to my office. Okay? നീ ബോളിയാ നിക്കട്ടാ. നീ അവിടെ ഫീൽഡ് ചെയ്യ്, നീ ഇവിടെ ഫീൽഡ് ചെയ്യാൻ നിക്ക്. നിങ്ങൾ രണ്ടുപേരും എന്റെ ടീമിൽ കളിച്ചോ. നീ അവിടെ ഇരിക്ക്. പക്ഷെ ഫസ്റ്റ് ബാറ്റ് ഞാൻ ചെയ്യും. ഞാൻ തന്നെ ചെയ്യും. എന്ത്? ഷർത്തേട്ടാ, ഷർത്തേട്ടാ ഒന്ന് വന്നേ. നിങ്ങളാരെങ്കിലും ബാറ്റ് ചെയ്യും, ഞാൻ പോരാ. ഷർത്തേട്ടാ. അളിയാ എന്തായി? And calling Sharad. Sharad, come in. And calling Sharad. Sharad, come in. നല്ല നാടൻ പൂമ്പ്. ഇതെന്ത് ഫോണാണ് ഇത് വേറെ കേസാ. നീ കഥ കേൾക്ക്. Sharad. I know your passion. And I'll help you reach your heights.